ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ സബ്ജിയുമായിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെയും ടിഫിനൊക്കെ കൊണ്ടുപോകാൻ നല്ല അടിപൊളി സബ്ജിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടിയെന്ന് കൂടിയൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഉള്ളിയാണ്. ഉള്ളിയെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനെ പൊളിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, അരിയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ 2 ഞാനിവിടെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ക്യാപ്സിക്കവും ചേർക്കുന്നുണ്ട്. അതും സ്ക്വയർ രൂപത്തിലൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോയും സ്ക്വയർ രൂപത്തിലാണ് ഇവിടെ അരിഞ്ഞെടുക്കേണ്ടത്. അതും സ്ക്വയർ രൂപത്തിലിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 3ഉം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, പൊട്ടറ്റോയും ക്യാപ്സിക്കവും ഓണിയനും. അപ്പോൾ ഇതിനെ ഒരു ചട്ടി വെച്ചിട്ട് നമുക്കിതിനെ കടുക് വറുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം 4 വെളുത്തുള്ളി ചതച്ചതും ശകലം ഇഞ്ചിയും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും ശകലം കറിവേപ്പിലയും ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ആക്കണം. ഇത് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പൊട്ടറ്റോയ്ക്ക് ശകലം വേവ് കൂടുതലാണ്, അതാണ് പൊട്ടറ്റോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമയമൊക്കെ ശകലം ഒന്ന് നമുക്ക് വറ്റി കിട്ടും. അതിനുശേഷം നമ്മളിവിടെ 2 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇത് രണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് സ്ലോയിലാണ് വെക്കേണ്ടത്. കണ്ടില്ലേ? ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ഈ ടൊമാറ്റോയുടെ വെള്ളത്തിലും ഈ ആവിയിലുമൊക്കെ കിടന്നാണ് ഇത് വേവുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പൊട്ടറ്റോ ഇവിടെ വെന്തിട്ടില്ല. 1-2 മിനിറ്റ് കൂടെ വീണ്ടും സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വേവിക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യാം പൊട്ടറ്റോ വെന്തോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഇവിടെ പൊട്ടറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേരുവകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ റോസ്റ്റായി കഴിയുമ്പോഴാണ് ഈ സബ്ജിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബാക്കി ചേരുവകൾ ചേർക്കാം. കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്യാപ്സിക്കവും ഈ ഉള്ളിയൊക്കെ ഒരു ക്രഞ്ചി രൂപത്തിലിരിക്കുന്നതാണ് നല്ലത്. അങ്ങ് വെന്ത് സ്മാഷ് ആയി പോയി കഴിഞ്ഞാൽ ഈ സബ്ജിക്ക് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു ക്രഞ്ചി രൂപത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എണ്ണ വേണമെങ്കിൽ ഇതിലും കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സ്ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ആവി തട്ടി തന്നെയാണ് ഇത് വേവുന്നത്. കണ്ടില്ലേ, ആവിയിൽ തന്നെ കിടന്നാണ് ഇത് വേവുന്നത്. അഥവാ നിങ്ങൾക്ക് മസാല കൂടുതലായിട്ടുണ്ടെങ്കിൽ അഥവാ അടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 1-2 സ്പൂണ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് വേവിക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ശകലം പോലും ചേർത്തിട്ടില്ല, ആവിയിൽ തന്നെയാണിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നമുക്ക്
വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചപ്പാത്തിക്ക് വേണ്ടിയുള്ള കൂട്ടാൻ റെഡിയായി. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വേറൊരു വീഡിയോ വരും വരെ ബായ്.